ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ഇന്നാദ്യം ഹൃദയദീപത്തിൽ തെളിയുന്ന സ്ത്രീ ജീവിതങ്ങൾ. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന്റെ ചുരുക്കപ്പട്ടികയിലുള്ള എഴുത്തുകാരി ബാനു മുഷ്താഖിനെ പറ്റി വി മുസഫർ അഹമ്മദ് സംസാരിക്കുന്നു. ബാനു മുഷ്താഖ് എപ്പോഴും സ്ത്രീ ഹൃദയത്തിലേക്ക് നോക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ തൻ്റെ ജീവിത പരിസരത്ത് കാണുന്ന മുസ്ലിം സ്ത്രീകളുടെ ഹൃദയത്തിലേക്കാണ് അവർ നോക്കുന്നത്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിൻ്റെ ചുരുക്കപ്പട്ടികയിലുള്ള എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ്. തെക്കുപടിഞ്ഞാറൻ കർണാടകയിലെ ഹാസനിൽ നിന്നുള്ള എഴുത്തുകാരി. കുടക് സ്വദേശിനിയായ ദീപ ബസ്തി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത 12 നീണ്ട കഥകളടങ്ങിയ ഹാട്ട് ലാമ്പ് എന്ന സമാഹാരമാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിനുള്ള അന്തിമ റൗണ്ടിൽ മത്സരിക്കുന്നത്. 2022 ഹിന്ദി നോവലിസ്റ്റ് ഗീതാഞ്ജലി ശ്രീയുടെ രേത് സമാധിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ടൂംബ് ഓഫ് സാൻഡ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയിരുന്നു. ഡെയ്സി റോക്ക്വെല്ലിൻ്റേതായിരുന്നു പരിഭാഷ. മികച്ച പരിഭാഷകളിലൂടെ മാത്രമേ പ്രാദേശിക ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെടുന്ന സാഹിത്യത്തിന് അന്താരാഷ്ട്ര അരങ്ങുകളിൽ എത്താനാവൂ എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ബാനു മുഷ്താഖിൻ്റെ ബുക്കർ സമ്മാനത്തിൻ്റെ അന്തിമ റൗണ്ടിലുള്ള ഇടം പിടിക്കൽ. മെയ് 20 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിൻ്റെ പ്രഖ്യാപനം. 6 പുസ്തകങ്ങളാണ് അന്തിമ റൗണ്ടിൽ മത്സരിക്കുന്നത്. ബാനു മുഷ്താഖിൻ്റെ 2 കഥാസമാഹാരങ്ങൾ പയ്യന്നൂർ കുഞ്ഞിരാമൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പിറവി എന്ന ശീർഷകത്തിൽ 4 നോവലേറ്റുകളുടെ സമാഹാരം 2005 ചിന്ത പബ്ലിക്കേഷൻസ്, 5 നോവലേറ്റുകളുടെ സമാഹാരമായ ആബിദ് വീണ്ടും വന്നപ്പോൾ 2022 സമത ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹാട്ട് ലാമ്പിലെ ചില രചനകൾ, ഉദാഹരണത്തിന് തീമഴ, കരുനാഗങ്ങൾ എന്നിവ മലയാളം പരിഭാഷയിൽ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഹാട്ട് ലാമ്പ് എന്ന കഥ എടുക്കാം. വിവാഹിതയും 5 മക്കളുടെ അമ്മയുമായ മെഹ്റൂൻ ആണ് ആ കഥയിലെ നായിക. കോളേജിൽ പഠിക്കുമ്പോൾ വിവാഹത്തിൻ്റെ പേരിൽ പഠിപ്പ് നിർത്തി. വീട്ടിൽ കണിശമായ മതചിട്ടയിൽ വളർന്ന മെഹ്റൂൻ ബുർക്കയാണ് ധരിക്കാറ്. ഭർത്താവിന് അത് ഇഷ്ടമല്ല. പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരെയാണ്, പ്രത്യേകിച്ചും സ്ത്രീകളെ, അയാൾ ഇഷ്ടപ്പെടുന്നത്. തൻ്റെ ഭാര്യ പഴഞ്ചത്തി ആണെന്ന് ആരോപിച്ച് അയാൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തുന്നു. ഇതിൽ പ്രതിഷേധിച്ച് മെഹ്റൂൻ ഏറ്റവും ഇളയ കുട്ടിയെ ഒക്കത്തെടുത്ത് തൻ്റെ കുടുംബ വീട്ടിലേക്ക് പോരുന്നു. എന്നാൽ ആങ്ങളമാർ അവളെ മണിക്കൂറുകൾക്കകം മംഗലാപുരത്തെ ഭർതൃവീട്ടിൽ തിരിച്ച് എത്തിക്കുന്നു. എന്ത് പ്രശ്നമുണ്ടായാലും ദാമ്പത്യം ഇല്ലാതാക്കരുതെന്നും അത് കുടുംബത്തിൻ്റെ മാനം കളയുമെന്നുമാണ് ആങ്ങളമാർ പറയുന്നത്. അങ്ങനെ ഗതികെട്ട നിലയിൽ മെഹ്റൂൻ ഭർതൃവീട്ടിൽ തിരിച്ചെത്തുന്നു. ഏറ്റവും രസകരമായ കാര്യം, തൻ്റെ ഭാര്യ ചെറിയ കുഞ്ഞിനെയും എടുത്ത് അവരുടെ വീട്ടിൽ പോയ കാര്യം പോലും മെഹ്റൂൻ്റെ ഭർത്താവ് അറിയുന്നില്ല എന്നതാണ്. അതാണ് അവർക്കിടയിലെ ദാമ്പത്യബന്ധം. ആങ്ങളമാർ അവളെ തിരികെ കൊണ്ടാക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം നടന്നതുപോലും അയാൾ അറിയുന്നത്. ആ ദാമ്പത്യത്തിൻ്റെ പതിതമായ അവസ്ഥയെ ബാനു മുഷ്താഖ് ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം തുറന്നുകാട്ടിയാണ് ചിത്രീകരിക്കുന്നത്. താൻ ജോലി ചെയ്ത് മക്കളെ പോറ്റി എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളാമെന്ന മെഹ്റൂൻ്റെ ദയനീയമായ അഭ്യർത്ഥനയുടെ ആഴമൊന്നും ആങ്ങളമാർക്കോ മാതാപിതാക്കൾക്കോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയുന്നേയില്ല. അസഹനീയമായ വേദനയാൽ ഭർതൃവീട്ടിൽ വെച്ച് ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് എരിഞ്ഞടങ്ങാൻ മെഹ്റൂൻ തീരുമാനിക്കുന്നു. വീടിൻ്റെ തളത്തിൽ ജീവാഹതിക്കുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ 14-കാരിയായ മൂത്ത മകൾ സൽമ ഓടിവന്ന് ഉമ്മയെ തടയുന്നു. ഞങ്ങൾക്ക് ഉമ്മയല്ലാതെ മറ്റാരാണ് ഉള്ളതെന്ന് ചോദിച്ച് സൽമ മെഹ്റൂനെ തടയുകയാണ്. ഒക്കത്തിരുന്ന് കരയുന്ന ഇളയ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് സൽമയെ കെട്ടിപ്പിടിച്ച് മകളോട് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്ന മെഹ്റൂനെ കാണിച്ചാണ് കഥ അവസാനിക്കുന്നത്. എന്നാൽ ആരുമില്ലാത്ത തനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തായി മകൾ സൽമയുണ്ടെന്ന തിരിച്ചറിവ് ഹൃദയത്തിൽ പ്രഖ്യാപിച്ചാണ് മെഹ്റൂൻ ജീവനൊടുക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്തിരിയുന്നത്. സൽമയുടെയും മെഹ്റൂൻ്റെയുമാണ് ഈ കഥ. ഉമ്മയും മകളും സ്ത്രീ ജീവിതത്തിൻ്റെ 2 അറ്റങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഒപ്പം ഇരുവർക്കും പരസ്പരം എന്തും പങ്കുവെക്കാവുന്ന സൗഹൃദത്തിലേക്ക് വളരുകയും ചെയ്യുന്നു. കഥ വായിച്ചു കഴിയുമ്പോൾ ഒരു വിറയലും അതിജീവനത്തിന് ഒരു പിടിവള്ളി വേണമെന്ന നിശ്വാസവും വായനക്കാരെ ഒരേപോലെ പിന്തുടരുന്നു.
ബാനു മുഷ്താഖിൻ്റെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നാണ് ഹാർട്ട് ലാമ്പ്. കഥയുടെ പ്രമേയം ആഖ്യാനത്തിൻ്റെ പരിണാമഗുപ്തി സ്വയം സ്വന്തമാക്കുന്ന വിധത്തിലാണ് എഴുത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. ക്രാഫ്റ്റിൽ വളരെ കൂടുതൽ ശ്രദ്ധിച്ച് അതിൻ്റെ പലവിധ വഴികൾ ആലോചിച്ചല്ല ഈ എഴുത്തുകാരിയുടെ കഥകളും നോവലേറ്റുകളും പിറവികൊള്ളുന്നത്. പ്രമേയം വളരെ നൈസർഗികവും ജൈവികവുമായി ക്രാഫ്റ്റ് സ്വയം കണ്ടെത്തുന്നു. ഇത്തരമൊരു അനുഭവമാണ് ബാനു മുഷ്താഖിൻ്റെ രചനകൾ വായിക്കുമ്പോൾ വായനക്കാർക്ക് അനുഭവപ്പെടുക. ഈ നൈസർഗികതയും ജൈവികതയും തന്നെ ആയിരിക്കണം അന്താരാഷ്ട്ര ബുക്കർ സമ്മാന ജൂറിയെ ആകർഷിച്ചതും ഹാർട്ട് ലാമ്പിന് അന്തിമ പട്ടികയിൽ ഇടം ലഭിക്കാൻ അവസരമൊരുക്കിയതും. സമാഹാരത്തിലെ ചുവന്ന ലുങ്കി എന്ന കഥയുടെ ആദ്യ പ്രതലം സുന്നത്ത് കല്യാണത്തിൻ്റേതാണ്. ധനികനായ ഒരാളുടെ വീട്ടിലെ കുട്ടികൾക്കൊപ്പം സമൂഹ സുന്നത്ത് കല്യാണത്തിൻ്റെ അനുഭവ തലങ്ങളും ചേർത്തുകൊണ്ട് ഒരേ വിശ്വാസത്തിൻ്റെ ഭാഗമായ ആചാര അനുഷ്ഠാനങ്ങളിലെ സാമ്പത്തിക വർഗങ്ങളെക്കുറിച്ചുള്ള നിരവധി ഛായാചിത്രങ്ങൾ അല്ലെങ്കിൽ കൊളാഷുകൾ അവതരിപ്പിക്കുകയാണ് കഥാകാരി. അടിത്തട്ടിലുള്ള ദരിദ്ര കുടുംബാംഗങ്ങളിലെ കുട്ടികൾ സുന്നത്ത് കല്യാണത്തിന് ശേഷം മുറിവുണങ്ങാൻ ചാരം കൊണ്ട് പൊതിയുന്നു. എന്നാൽ ധനികൻ തൻ്റെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി മുറിവ് ഏറ്റവും ശാസ്ത്രീയവും ആധുനികവുമായ രീതിയിൽ ഉണക്കിയെടുക്കുകയും ചെയ്യുന്നു. സമുദായത്തിനകത്തുള്ള ദരിദ്രരെ ആചാര അനുഷ്ഠാനങ്ങളുടെ പേരിൽ പോലും സാമ്പത്തികമായി പിന്തുണക്കാത്ത സാമൂഹിക മതഘടനയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന കഥയാണിത്. റെഡ് ലുങ്കി നേരത്തെ പ്രശസ്തമായ പാരീസ് റിവ്യൂവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥയാണ്. അന്ന് തന്നെ ലോക വായനാ സമൂഹത്തിൻ്റെ ശ്രദ്ധയും പ്രശംസയും നേടുകയും ചെയ്തിരുന്നു ഈ കഥ. മറ്റെല്ലാ കഥകളിലും എന്ന പോലെ റെഡ് ലുങ്കിയും യാതൊരുവിധ സങ്കീർണതയുമില്ലാതെയാണ് ആഖ്യാന നിർവഹണം നടത്തിയിരിക്കുന്നത്. കഥ വായിക്കുന്നവർക്ക് മനസ്സിലാകാതെ പോകുന്ന യാതൊന്നും ഈ രചനയിലില്ല. ലളിതവും നേരിട്ടുള്ള ആഖ്യാനവുമാണ് ഈ കഥയ്ക്കുള്ളത്. സമാഹാരത്തിലെ മറ്റൊരു പ്രധാന കഥ തീമഴയാണ്. ഫയർ റെയിൻ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിലെ ശീർഷകം. മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശം എന്ന പ്രശ്നമാണ് ഈ കഥയിൽ ഉയർത്തിക്കാണിക്കുന്നത്. സമൂഹത്തിൽ പൊതു അംഗീകാരമുള്ള മൗലവി ഉസ്മാൻ സാഹിബ് കുടുംബസ്വത്ത് തൻ്റെ സഹോദരങ്ങൾക്ക് വീതിച്ച് നൽകാത്തതാണ് കഥയുടെ പ്രമേയം. പള്ളിയുടെ ചുമതലയും പ്രദേശത്തെ മുസ്ലിം സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്ന ഉസ്മാൻ സാഹിബ് കച്ചവടക്കാരനും പണക്കാരനുമാണ്. വീട്ടിൽ എല്ലായ്പ്പോഴും തർക്കങ്ങൾ പരിഹരിക്കാൻ വരുന്നവരും സാമ്പത്തിക സഹായങ്ങൾ തേടി വരുന്നവരും വരി നിൽക്കുന്നു. എന്നാൽ തൻ്റെ സഹോദരങ്ങൾക്ക് ന്യായമായും നൽകേണ്ട കുടുംബസ്വത്ത് ഭാഗിക്കാതെ അത് സ്വന്തമാക്കി വെച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഉസ്മാൻ സാഹിബിൻ്റെ സഹോദരി ജമീല തൻ്റെ ഭാഗം തരണമെന്നും അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും പറയുന്നതോടെ കഥ പിരിമുറുക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. പെങ്ങളെ വിവാഹം ചെയ്ത് അയച്ചത് താനാണെന്ന ന്യായമാണ് ഉസ്മാൻ പറയുന്നത്. ബാപ്പ മരിച്ച് 10 വർഷം കഴിഞ്ഞിട്ടും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാത്തതിന് ഒരു ന്യായവുമില്ലെന്ന് ജമീല ശക്തമായി പറയുന്നു. പെങ്ങൾ ഇങ്ങനെ തന്നോട് സംസാരിക്കുമെന്ന് ഉസ്മാൻ സാഹിബ് ഒരിക്കലും കരുതിയിരുന്നില്ല. അവകാശികൾ അലമുറയിട്ടാൽ തീമഴ പെയ്യുമെന്ന വാക്യം കഥയിൽ ആവർത്തിക്കുന്നു. ഇതിനിടെ അങ്ങാടിയിൽ വെച്ച് ഒരു കാക്കക്കൂട്ടം ഉസ്മാൻ സാഹിബിനെ പിന്തുടരുന്നു. അയാൾ കൈകാര്യം ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങളുടെ ബഹളത്തിനിടയിൽ കാക്കക്കൂട്ടത്തിൻ്റെ നിരന്തരമായ ആക്രമണത്തിന് താൻ ഇരയാകുന്നതായും അയാൾക്ക് തോന്നുന്നു. ഒരിക്കൽ അയാളെ ഒരു കാക്ക കൊത്തുന്നുമുണ്ട്. കാക്കക്കൂട്ടത്തെ രൂപകമായി ഉപയോഗിച്ച് ഉസ്മാൻ സാഹിബും സഹോദരി ജമീലയും തമ്മിലുള്ള പ്രശ്നത്തെ ബാനു മുഷ്താഖ് അതിശക്തമായി അവതരിപ്പിക്കുകയാണ്. അയാളുടെ ഇളയ കുഞ്ഞിന് ദിവസങ്ങളായി കടുത്ത പനിയായിരുന്നു. ഭാര്യ ആരിഫയാണ് കുഞ്ഞുമായി ആശുപത്രിയിൽ പോയത്. കുട്ടിക്ക് തലച്ചോറിന് പനി ബാധിച്ചിരുന്നു. പിതാവിന് ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല. ഇതിനിടെ ഒരു മുസ്ലിമിൻ്റെ മൃതദേഹം ഹിന്ദു ശ്മശാനത്തിൽ അടക്കി എന്നുള്ള പ്രശ്നവും ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മരിച്ചെന്ന് കരുതിയ അൻസാർ പിന്നീട് നേരിൽ പ്രത്യക്ഷപ്പെടുന്നതോടെ ഈ വിവാദവും കെട്ടടങ്ങുന്നു. കഥയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കാം: അദ്ദേഹത്തെ പച്ചയോടെ കുത്തിത്തുന്നുന്ന കാക്കകൾ മാത്രം പിന്നാലെ വന്നുകൊണ്ടിരുന്നു. വീട്ടിൽ വന്നിരുന്നിട്ടും തളർച്ച മാറിയില്ല. സഹോദരി കുടുംബസ്വത്തിൻ്റെ ഭാഗം ചോദിക്കുന്നതോടെ കാക്കക്കൂട്ടം ഉസ്മാൻ സാഹിബിനെ പിന്തുടരാൻ തുടങ്ങിയതാണ്. കഥ ഉയർത്തിയ ഈ സംവാദം തുടരുകയുമാണ്. ബ്ലാക്ക് കോബ്രാസ്, കരിനാഗങ്ങൾ എന്ന പേരിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ ഈ കഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലാക്ക് കോബ്രാസ് ഹസീന എന്ന പേരിൽ ഗിരീഷ് കാസറവള്ളി കന്നഡയിൽ സിനിമയാക്കിയിട്ടുണ്ട്. ഈ കഥയും ഈ സമാഹാരത്തിലുണ്ട്. ഈ കഥയെക്കുറിച്ച്, അതുണ്ടായ സന്ദർഭത്തെക്കുറിച്ച് കഥാകാരി മലയാള പരിഭാഷകനോട് ഇങ്ങനെ പറഞ്ഞു: കരിനാഗങ്ങൾ എൻ്റെ മനസ്സിനെ പൊള്ളിച്ച 2 സംഭവങ്ങളുടെ ആവിഷ്കാരമാണ്. പെൺകുഞ്ഞിന് ജന്മം നൽകിയതിൻ്റെ പേരിൽ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഭർത്താവിൻ്റെ കഥയാണ് ഒന്ന്.
വയറ്റിലുള്ളത് പെണ്ണാണോ എന്ന ആശങ്കയിൽ ഭാര്യയെ നിരന്തരം പീഡിപ്പിച്ച ഭർത്താവിൻ്റേതാണ് മറ്റൊരു കഥ. പുരുഷന്മാരെല്ലാം പൊതുവെ ഒരേ തരക്കാരാണ്. സുഖം കിട്ടാൻ വെണ്ണ പോലെ സംസാരിക്കും. എന്നാൽ അങ്ങനെയുള്ള പുരുഷനോട് പെണ്ണിന് ചെലവിന് കൊടുക്കേണ്ട കാര്യം പറഞ്ഞാൽ മുഖം കറക്കും. വെണ്ണ പോലുള്ള സംസാരം തീക്കനലാകും. മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടി വാദിക്കുന്ന അഷ്റഫയാണ് കഥയിലെ നായിക. സ്ത്രീയും അമ്മയുമായ തനിക്ക് ജീവിക്കാനുള്ള വക കിട്ടണമെന്ന് അവൾ വാദിച്ചു. പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് കഷ്ടകാലം തുടങ്ങി എന്ന പഴഞ്ചൊല്ല് തിരുത്തി എഴുതണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടത്. പെണ്ണായാൽ വാശി പിടിച്ചു നടക്കണോ എന്നത് പുരുഷൻ്റെ എക്കാലത്തെയും ചോദ്യമാണ്. ഇത് മാറണം. പെണ്ണ് യാചിച്ച് കഴിയേണ്ടവളല്ല. നീതിക്ക് വേണ്ടി യാചിക്കുന്ന അഷ്റഫയെ ഭർത്താവ് യാക്കൂബ് മൗലവിയുടെ മുന്നിലിട്ട് ചവിട്ടുന്നു. ചവിട്ടേറ്റ് അവളുടെ മടിയിലെ കുഞ്ഞ് തെറിച്ചു വീണ് മരിക്കുന്നു. സമുദായത്തിൻ്റെ ചട്ടക്കൂട് എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്നു. ഈ കഥ ഹസീന എന്ന പേരിൽ ഗിരീഷ് കാസറവള്ളി സിനിമയാക്കി 3 ദേശീയ അവാർഡും ലഭിച്ചു. മറ്റൊരു കഥയിൽ ഭർത്താവിനെ എന്താണ് വിളിക്കേണ്ടതെന്ന് സംശയിക്കുന്ന സീനത്ത് എന്ന കഥാപാത്രത്തെ നാം കാണുന്നു. എൻ്റെ വീട്ടാള് എന്ന് വിളിക്കാമോ അതോ യജമാനൻ എന്ന് വിളിക്കണോ എന്ന സംശയത്തോടെ ആരംഭിക്കുന്ന ഈ കഥ ദാമ്പത്യത്തിലെ അധികാര ശ്രേണികളെ സൂക്ഷ്മമായി വിലയിരുത്തുന്നു. എന്ത് വിളിക്കും എന്നിടം മുതൽ സ്ത്രീ ചകിതയായി മാറുന്നു. ഈ കഥയിലെ സീനത്തിനെ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരികയാണ്. അവൾക്ക് അവിടെ കൂട്ടുകാരികൾ ആരുമില്ല. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ബന്ധുക്കളോ മറ്റോ ഇല്ല. അത്തരമൊരു ഏകാന്തതയിൽപ്പെടുന്ന സ്ത്രീക്ക് ഭർത്താവിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ രാവണൻ കോട്ടയിൽ നിന്നാണ് അവളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത്. പലതരത്തിലുള്ള ഭയങ്ങളിൽ കഴിയുന്ന സ്ത്രീകളെ തൻ്റെ കഥാലോകത്തിലൂടെ വിമോചിപ്പിക്കുകയാണ് കഥാകാരി. അല്ലെങ്കിൽ മനുഷ്യ അന്തസ്സ് വീണ്ടെടുക്കാൻ അവരുടെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ആകുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള തൻ്റെ നിലപാട് പയ്യന്നൂർ കുഞ്ഞിരാമന് നൽകിയ അഭിമുഖത്തിൽ എഴുത്തുകാരി ഇങ്ങനെ വ്യക്തമാക്കുന്നു. ആരിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ചില സത്യങ്ങൾ പറയാതിരിക്കാനാവില്ല. സ്ത്രീ പുരുഷൻ്റെ അസമത്വത്തിൻ്റെ തട്ടുകളിൽ താഴ്ന്നു കിടക്കുന്നവളാകരുത്. നാവടങ്ങി ഒതുങ്ങിക്കൂടുകയുമരുത്. വിളക്കിൻ്റെ നാളത്തിൽ വെന്തുരുകേണ്ട ചിത്രശലഭമായി സ്ത്രീ മാറിത്തീരരുത്. അവളുടെ ജീവിതം അവളുടേതാണ്. അവളുടെ ആഗ്രഹങ്ങളും വിലമതിക്കപ്പെടണം. സ്ത്രീകൾക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകണം. ഈ കഥകളുടെ ഭാഷയും വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രാദേശിക സംസാര ഭാഷ ഉപയോഗിച്ചാണ് ബാനു മുഷ്താഖ് എഴുതുന്നത്. പ്രാദേശികമായ വാക്കുകൾ അങ്ങനെ തന്നെ നിലനിർത്തുകയായിരുന്നുവെന്ന് വിവർത്തക ദീപ ബസ്തി പുസ്തകത്തിൻ്റെ ഒടുവിൽ ചേർത്ത കുറിപ്പിൽ പറയുന്നു. ഉദാഹരണത്തിന് ലുങ്കി, ആ വാക്ക് അങ്ങനെ തന്നെ നിലനിർത്തുകയായിരുന്നു. ധോത്തി പോലുള്ള മാനക ഭാഷയിലെ വാക്ക് ഉപയോഗിച്ചില്ല. അതോടൊപ്പം ഇത്തരം വാക്കുകൾക്ക് പരിഭാഷയിൽ അടിക്കുറിപ്പുകളും നൽകിയിട്ടില്ല. അതേപോലെ സാധാരണ നിലയിൽ പ്രാദേശിക ഭാഷാമൊഴികൾ ഉപയോഗിക്കുമ്പോൾ പരിഭാഷകർ ഇറ്റാലിക്സിൽ അത്തരം വാക്കുകൾ നൽകാറുണ്ട്. ഈ സമാഹാരത്തിൽ അതുമില്ല. പരിഭാഷയിൽ ഉപയോഗിച്ച പ്രാദേശിക വാക്കുകൾക്ക് അവയുടെ തനതും സ്വന്തവുമായ നിലനിൽപ്പുണ്ടാകണം എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചതെന്ന് ദീപ ബസ്തി പറയുന്നു. വായനയ്ക്ക് ഇത് ഭംഗം ഉണ്ടാക്കില്ലെന്നാണ് വിശ്വാസമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. കന്നഡ, അറബിക്, ഉറുദു, ദക്കിനി ഭാഷകൾ ചേർന്നതാണ് ബാനു മുഷ്താഖിൻ്റെ എഴുത്തുഭാഷ. ഇതിൽ ദക്കിനിയുടെ കാര്യമെടുക്കുക. സാധാരണ നിലയിൽ ഈ ഭാഷ ഉറുദുവിൻ്റെ ഒരു വകഭേദമാണ് എന്നാണ് പൊതുവിൽ കരുതാറ്. എന്നാൽ അങ്ങനെയല്ല. ദക്കിനിയിൽ പേർഷ്യൻ, ദഹൽവി, മറാത്തി, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളുടെ കലർപ്പുണ്ടെന്ന് ദീപബാസ്തി പറയുന്നു. ഈ ഭാഷാ വൈവിധ്യത്തെ നിലനിർത്തിക്കൊണ്ടുള്ള പരിഭാഷക്കാണ് ഹാർട്ട്ലാമ്പിൽ ശ്രമിച്ചതെന്നും ദീപ പുസ്തകത്തിലെ അനുബന്ധക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 220 പേജുള്ള പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യം കൃത്യമായും ബോധ്യപ്പെടുക തന്നെ ചെയ്യും. കന്നഡയിൽ വിമത സാഹിത്യ പ്രസ്ഥാനത്തെ ബന്ദായ എന്നാണ് വിളിക്കുന്നത്. ആ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ബാനു മുഷ്താഖ്. കുട്ടിക്കാലത്ത് സൈക്കിൾ ഓടിച്ചതിൻ്റെ പേരിൽ താൻ പരിഹസിക്കപ്പെടുകയും തന്നെ സഹായിച്ച ബന്ധു മർദ്ദിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നിന്നാണ് തൻ്റെ ജീവിതം മറ്റൊന്നായി മാറിയതെന്ന് ബാനു മുഷ്താഖ് ഓർക്കുന്നു. കന്നഡ എഴുത്തുകാരൻ ലങ്കേഷ് ഉടമയും പത്രാധിപരുമായിരുന്ന ലങ്കേഷ് പത്രികയുടെ ലേഖിക എന്ന നിലയിലാണ് ബാനു മുഷ്താഖിൻ്റെ എഴുത്തു ജീവിതം തുടങ്ങുന്നത്. ആദ്യമായി ലങ്കേഷ് പത്രികയിൽ എഴുതിയത് തനിച്ച് സിനിമ കാണാൻ പോയ ഒരു മുസ്ലിം യുവതിയെ സമൂഹം ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. യുവതിയുടെ വീട്ടിലേക്കുള്ള വെള്ള പൈപ്പ് വരെ നാട്ടുകാർ വിച്ഛേദിച്ചു. കുടിവെള്ളം പോലും മുട്ടിച്ചു. അഭിഭാഷക, ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി
അവർ പോരാടുന്നു. എഴുത്തിലും തനിക്ക് മറ്റൊരു നിലപാടില്ലെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകയും ലങ്കേഷിൻ്റെ മകളുമായ ഗൗരി ലങ്കേഷുമായി അടുത്ത സൗഹൃദവും ബന്ധവും ബാനു മുഷ്താഖിനുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ബാനു പയ്യന്നൂർ കുഞ്ഞിരാമന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു: അഗ്നിയിൽ കടഞ്ഞെടുത്ത തൂലികയുടെ ഉടമയായിരുന്നു ഗൗരി ലങ്കേഷ്. അവർ എന്നും ജനങ്ങൾക്കൊപ്പമായിരുന്നു. ഒരിക്കലും മങ്ങാത്ത നക്ഷത്രമാണവർ. ഗൗരിയുടെ കൊലയിൽ നിന്നും എന്നെപ്പോലുള്ളവർ ഇനിയും മോചിതരായിട്ടില്ല. ഞാനുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. ധീരയായിരുന്നു ആ പത്രപ്രവർത്തക. ഈ അഭിമുഖം ആബിദ് വീണ്ടും വന്നപ്പോൾ എന്ന പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ കഥകളിലൂടെ ഉയർത്തപ്പെടുന്നത്. സ്ത്രീക്ക് ആരാണ് അഭയം, ആശ്രയം? 3ാമത്തെ ചോദ്യം, അവൾക്ക് തൻ്റെ സ്വപ്നങ്ങളും അന്തസ്സും ഉയർത്തിപ്പിടിച്ച് തനിയെ അതിജീവിക്കാനാകുമോ? ഈ ചോദ്യങ്ങൾക്കൊപ്പം ഈ 3 വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളെയും ബാനു മുഷ്താഖ് അവതരിപ്പിക്കുന്നു. സ്ത്രീ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന എഴുത്തിൻ്റെ പാരമ്പര്യം മലയാളത്തിലും ഉള്ളതാണ്. ലളിതാംബിക അന്തർജനത്തിലും മാധവിക്കുട്ടിയിലും സാറ ജോസഫിലും ഈ പാരമ്പര്യം മലയാളി വായനക്കാർക്ക് സുപരിചിതവുമാണ്. എന്നാൽ ബാനു മുഷ്താഖിനെ പോലെ മുസ്ലിം സ്ത്രീ ജീവിതം ഇത്തരത്തിൽ പിന്തുടരുന്ന രീതി മലയാളത്തിൽ കുറവാണ്. BM സുഹറയുടെ രചനകളിൽ സമാനമായ ചില കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ബാനു മുഷ്താഖിനെ പോലെ ഇതേ പ്രമേയത്തിൻ്റെ നിരവധി അടരുകൾ തുടർച്ചയായി പരിശോധിക്കുന്ന തരത്തിലുള്ള എഴുത്ത് മലയാളത്തിൽ കാണാനാവുമെന്ന് തോന്നുന്നില്ല. ഇബ്സൻ്റെ വിഖ്യാത നാടകം പാവവീടിൽ 1879 എഴുതിയ പാവവീടിൽ നായിക ഡോറ ഭർത്താവിനെ ഉപേക്ഷിച്ച് വീടിൻ്റെ വാതിൽ കൊട്ടിയടച്ചു പോകുന്ന രംഗത്തിൽ യൂറോപ്പാകമാനം കിടുങ്ങി എന്ന് നിരൂപകർ പറയാറുണ്ട്. ഒരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയിച്ച യൂറോപ്പിന് തീർച്ചയായും സാധിക്കും എന്ന മറുപടിയാണ് നോറയിലൂടെ ഇബ്സൻ നൽകിയത്. യൂറോപ്പ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ സമത്വവാദത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും രൂപകമായി പിൽക്കാലത്ത് നോറ മാറി. ഇത്തരത്തിൽ സ്ത്രീകൾ ഇങ്ങനെ ധൈര്യം കാണിക്കുമോ എന്ന ചോദ്യം ഉയർത്തുകയും അവരിങ്ങനെ കാണിക്കും, അതാണ് പുരുഷാധിപത്യത്തിനുള്ള മറുപടി എന്ന് വിശദീകരിക്കുകയുമാണ് ബാനു മുഷ്താഖിൻ്റെ കഥാപാത്രങ്ങൾ. ഹാർട്ട് ലാമ്പിനെക്കുറിച്ച് ബുക്കർ ജൂറി ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു: ദക്ഷിണേന്ത്യയിലെ നിത്യജീവിതത്തിൽ മുസ്ലിം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിതം പകർത്തിയ 12 കഥകൾ. ഹാസ്യം കലർന്നതും തുറന്നതും പ്രാദേശിക ഭാഷയുടെ ശക്തിയിലുമുള്ള എഴുത്ത്. ഭയമില്ലാത്ത കുട്ടികൾ, സാഹസികകളായ മുത്തശ്ശിമാർ, മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത മൗലവിമാർ, അലസരും ഉത്തരവാദിത്തമില്ലാത്തവരുമായ ഭർത്താക്കന്മാർ, ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന ആങ്ങളമാർ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീ ശബ്ദം പരമാവധി ഉറക്കെ കേൾപ്പിക്കാനുള്ള ശ്രമമാണ് ബാനു മുഷ്താഖ് തൻ്റെ സാഹിത്യത്തിൽ നടത്തുന്നത്. ഇത്തരത്തിൽ വിലയിരുത്തപ്പെട്ട കൃതിക്ക് അന്താരാഷ്ട്ര ബുക്കർ ലഭിക്കുമോ എന്നറിയാൻ ഇന്ത്യയിലെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെയും വായനാ സമൂഹങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമെന്ന സവിശേഷതയോടുകൂടി കേരളത്തിലെ വായനക്കാരും ബുക്കർ ജേതാവ് ആരായിരിക്കുമെന്ന വാർത്തക്കായി കാത്തിരിക്കുക തന്നെയാണ്. ഹൃദയദീപത്തിൽ തെളിയുന്ന സ്ത്രീ ജീവിതങ്ങൾ ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന്റെ ചുരുക്കപ്പട്ടികയിലുള്ള എഴുത്തുകാരി ബാനു മുഷ്താഖിനെ പറ്റി വി മുസഫർ അഹമ്മദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഉമശ്രീ സി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. നെല്ലിമരക്കാട്. ഉറക്കം വിദൂരതയിലുള്ള ഒരു ദ്വീപാകുകയാണ്. അവിടേക്കെത്താനുള്ള തിടുക്കത്തെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സ് ദുർബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. തലയെണ്ണയെ പല ആകൃതിയിൽ ചേർത്തുവച്ചും ശരീരം സർക്കസ് അഭ്യാസിയെപ്പോലെ വളച്ചും ചരിച്ചും കമിഴ്ന്നും ചുരുണ്ടും ഉറക്കത്തെ എത്തിപ്പിടിക്കാനുള്ള പരിശ്രമങ്ങൾ വിഫലമായപ്പോൾ ഇരുട്ടിലേക്ക് ഇറങ്ങി നടക്കണമെന്ന് തോന്നി. പുറത്ത് നല്ല നിലാവുണ്ട്. അക്കരെ വരമ്പിൽ നിന്നും കാറ്റു വീശുന്നു. കാറ്റു കനത്ത് തറവാട്ട് കുളത്തിനു മീതെ ഒരു ചുഴി തീർത്തു. പിന്നെ ജലനിഗൂഢതകളിലേക്ക് തുരന്നിറങ്ങി. തറവാട്ടുകുളം ചിതറാൻ തുടങ്ങി. ഓളങ്ങൾ ഉയരുകയും താഴുകയും ചെയ്തു. വെള്ളം നാക്കുനീട്ടി കൽപ്പടവുകളിൽ ചിതറിക്കിടക്കുന്ന നിലാവിനെ നക്കിയെടുത്തു. രാത്രിയുടെ നിശബ്ദ സൗന്ദര്യത്തിലേക്ക് നോക്കി കുരയ്ക്കുന്ന തെരുവുനായ്ക്കൾ എന്നിൽ ഭയം കോരിയൊഴിച്ചു. വീടിനരികിലെ വഴിവിളക്കിൽ നിന്നുള്ള വെളിച്ചം ജനൽ തിരശീലകളിലൂടെ അരിച്ചിറങ്ങുന്നത് അസഹ്യമാകുന്നു. തമസ് സുഖപ്രദമെന്ന കവിവാക്യത്തിൻ്റെ പൊരുളിലാണ് മനസ്സിപ്പോൾ. വെളിച്ചത്തെ തല്ലിക്കെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ വെറുതെ ആഗ്രഹിച്ചു. കാറ്റടിക്കുമ്പോൾ ജനാലയിൽ താളം പിടിക്കുന്ന, മഴയുടെ മനോഹാരിതയെ ഇലത്തുമ്പിൽ ചേർത്ത് വയ്ക്കുന്ന, ഇടിമിന്നുമ്പോൾ ജനാലച്ചില്ലു കാഴ്ചകളിൽ രൂപമാറ്റം സംഭവിക്കുന്ന മരച്ചില്ലകൾ ഉറക്കമില്ലാത്ത എൻ്റെ രാത്രിക്ക് കൂട്ടിരിക്കുന്നു. യക്ഷിയോ ഗന്ധർവനോ ഈ മനോവ്യഥകൾ കാണുന്നുണ്ടാകുമോ? മരച്ചില്ലകളുടെ ഉരസലുകൾക്കിടയിലൂടെ ഒഴുകുന്ന
തണുത്ത കാറ്റിൻ്റെ സ്പർശനമേറ്റ് ജനാലപ്പുറത്ത് ശാന്തമായി ഉറങ്ങുന്ന അമ്മ പക്ഷിയോടും കുഞ്ഞുങ്ങളോടും എനിക്ക് അസൂയ തോന്നി. രാത്രിയുടെ ഏതെങ്കിലും ഒരു യാമത്തിൽ വീണുപോകുന്ന ഇത്തിരി ഉറക്കത്തിൽ നിന്ന് പുലർച്ചെ തന്നെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ എന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്ന അവയോട് പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഈയിടെ പകൽ വെളിച്ചത്തിലും അശാന്തി പർവ്വങ്ങൾ തുടരുകയാണ്. ഉറക്കമില്ലായ്മയുടെ കനവും പേറി. ദിനക്രമങ്ങൾ മുഴുവൻ താളം തെറ്റുന്നു. വേഗം ഉറങ്ങണമെന്ന ആഗ്രഹത്തോടെ പല ദിവസങ്ങളിലും നേരത്തെ തന്നെ കിടന്നു നോക്കി. പക്ഷേ ഉറക്കം കനിയാൻ പ്രയാസം തന്നെയെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടു. രാവിലെ തന്നെ ചെയ്തു തീർത്തിരുന്ന പല ജോലികളും സമയം മാറ്റുകയോ ചെയ്യാതിരിക്കുകയോ ആകുന്ന അവസ്ഥയിലെത്തി. അതൃപ്തമായ മനസ്സായി മാറുന്നതാണ് ഇതിൻ്റെ എല്ലാം അപ്പുറത്തെ വശം. 40കൾ പെൺവർഗത്തിന് പല ഉത്തരവാദിത്തങ്ങളുടെയും ഭാരം കുറച്ച് ജീവിതം ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് എന്ന് ചിന്തിച്ചു തുടങ്ങാൻ അവസരം നൽകുന്ന സമയമാണ്. പക്ഷേ പലർക്കും അതിനെ തകർത്തെറിയുന്ന ഒരു ശാരീരികാവസ്ഥ വരുന്നുണ്ട്. അസ്വസ്ഥതകളും ആശങ്കകളും നിറയ്ക്കുന്ന മെനോപോസ് എന്ന ഭീകരസത്വം. ഗൂഗിളിൽ തെളിയുന്ന ഉറക്കമില്ലായ്മ അടക്കമുള്ള പല ലക്ഷണങ്ങളും ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു. പലരുടെയും അനുഭവങ്ങളെ കേട്ടു. എനിക്കും വന്നിരിക്കുന്നു ആ അവസ്ഥ എന്ന് ഉൾക്കൊണ്ടു തുടങ്ങി. എല്ലാ ചുറ്റിക്കെട്ടലുകളെയും അഴിച്ചുവിട്ട് സ്വന്തം വീട്ടിൽ 2 ദിവസം സ്വസ്ഥത അന്വേഷിച്ചു പോയാലോ? ഒഴുകിയിറങ്ങിപ്പോകുന്ന ഉറക്കത്തെ ചിറകെട്ടി നിർത്തിയാലോ? സ്വന്തം ഇടത്തിൽ കുട്ടിക്കാലത്ത് കിടന്ന പോലെ നിലത്ത് കിടക്ക വിരിച്ച് കിടന്നാൽ ഉറങ്ങും. മനസ്സ് ഉറപ്പിച്ചു പറഞ്ഞു. മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ എല്ലാ ചിന്തകളെയും താഴിട്ട് പൂട്ടി എൻ്റെ സ്വന്തം ഇടത്തിലേക്ക് കാൽ വലിച്ചു വെച്ച് നടന്നു. ആഹാ, നീയോ? എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? അമ്മയുടെ ചോദ്യം കേട്ട് മനസ്സ് മുറുമുറുത്തു. എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് ഒരു മുന്നറിയിപ്പ് വേണോ? സ്വസ്ഥമായൊരു ഉറക്കം ആഗ്രഹിച്ചു വന്നതുകൊണ്ട് വീട്ടുകാരുടെ അതിശയങ്ങൾക്കൊന്നും വലിയ സ്ഥാനം കൊടുത്തില്ല. സന്ധ്യയുടെ മങ്ങലിൽ വന്നു കയറിയ എന്നിൽ എന്തോ ഒരു മങ്ങൽ അമ്മ ദർശിച്ചിട്ടുണ്ടാകും, ഉറപ്പ്. പക്ഷേ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ഉണ്ടായില്ല. സാധാരണ സംസാരങ്ങൾ മാത്രമായി ചുരുങ്ങി. ഭക്ഷണവും കഴിച്ച് കോണിപ്പടികൾ കയറി. പഴയ പുസ്തകശേഖരം മുകളിലെ തളത്തിൽ ഒരറ്റത്ത് ചുമരിനരികിലുള്ള പെട്ടിയിൽ തന്നെയുണ്ട്. അതിലൊരു പുസ്തകം എടുത്തു. വായിച്ചു കിടന്നാൽ ചിലപ്പോൾ ഉറങ്ങും. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടല്ലോ. കിടക്ക ജനാലക്കരികിൽ തന്നെ വിരിച്ചു. എവിടെയാണ് കിടക്കുന്നത് എന്ന ബോധം പോലുമില്ലാതെ ഉറങ്ങണമെന്ന് ഉറപ്പിച്ചാണ് കിടന്നത്. നിലത്ത് നിന്ന് അധികം ഉയരമില്ലാത്ത വലിയ ജനലിലൂടെ കാറ്റിൻ്റെ നീളം കൈകൾ എന്നെ ചേർത്തണച്ചു. മുകളിൽ കറങ്ങുന്ന ഫാനിന് വേഗത പോരാ. പുരാവസ്തുവാണ്, അത്രയൊക്കെ കാറ്റു കാണൂ. ഉറക്കത്തിന് താളം പിടിക്കാനാണ് ആ പങ്ക. അതിൻ്റെ ശബ്ദമില്ലാതെ ഉറക്കം വരികയുമില്ല. പുസ്തകമെടുത്തെങ്കിലും വായിക്കാൻ തോന്നിയില്ല. പുറത്തെ ഏതോ മരക്കൊമ്പുകൾ ആടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം ഉറക്കത്തിന് വിഘ്നം സൃഷ്ടിച്ചുകൂടാ. കണ്ണുകൾ ഇറുക്കിയടച്ചു. പുതപ്പിനുള്ളിലും തണുപ്പുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പക്ഷേ നിദ്രമാരുതൻ വളരെ അകലെയാണ്. അരികിലെത്താൻ സമയമെടുക്കുമെന്ന് ഉറപ്പായി. പുറത്തെ ചെമ്പരത്തി മരത്തിൽ പൂക്കൾ നിറയെ വിരിയാൻ ഒരുങ്ങുന്നുണ്ട്. റോസു നിറമുള്ള ഉണ്ട ചെമ്പരത്തി. ഒരുപാട് കാലപ്പഴക്കമുള്ള ചെമ്പരത്തി മരമാണ്. കുട്ടിക്കാലത്ത് പൂജയ്ക്കൊരുക്കാൻ പൂക്കൾ പറിച്ചിരുന്നത് ഈ മരത്തിൽ നിന്നാണ്. അതിനു ചുവട്ടിലുള്ള വെട്ടുകൊല്ല് കൊണ്ട് കെട്ടിയ പടവുകളിൽ ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമാണ്, അന്നും ഇന്നും. എന്തോ വല്യച്ഛൻ്റെ മകൾ അർച്ചന ചേച്ചിയെ ഓർത്തു. ഞാനും അർച്ചന ചേച്ചിയും പടവുകൾക്ക് ഇരുവശവും ഇരുന്ന കൊത്തങ്കല്ല് കളിക്കും. ചേച്ചിക്ക് കളിയിൽ തോൽക്കുന്നത് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. എന്നാലും ഞാൻ തോൽക്കുകയും തോറ്റുകൊടുക്കുകയും ചെയ്യും. കാരണം ചേച്ചിയുടെ പിറുപിറുക്കൽ കേൾക്കാൻ വയ്യ എന്നത് തന്നെ. പാവം, നീ തോറ്റുകൊടുത്തേക്ക്, നൊസത്തിയ എന്ന് സാവിത്രി വല്യമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. വല്യമ്മ മകളോടുള്ള സ്നേഹക്കുറവുകൊണ്ട് നൊസത്തി എന്ന് പറയുകയല്ല എന്ന് എനിക്കറിയാം. ചേച്ചിക്ക് പരിഗണന കിട്ടട്ടെ എന്ന വിചാരത്തോടെയാണ് പറയുന്നത്. ചേച്ചി നൊസത്തിയാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടവുമല്ല. ചെറിയ മുൻശുണ്ഠിയും പിറുപിറുപ്പും നൊസിൻ്റെ ലക്ഷണമാണോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കും. അല്ല എന്ന ഉത്തരം കണ്ടെത്താനാണ് എനിക്കിഷ്ടം. കാരണം അർച്ചന ചേച്ചി എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണ്. സ്വന്തം ചേച്ചി അല്ലെങ്കിലും ഒരമ്മയുടെ മക്കളെ പോലെ തന്നെയാണ് ഞങ്ങൾ. അത്രമേൽ പ്രിയങ്കരിയാണ് ചേച്ചി എനിക്ക്. കളിയിൽ തോറ്റുകൊടുക്കുന്നതിനും ആ പ്രിയം തന്നെ കാരണം. കണ്ണുകൾ മെല്ലെ അടയാൻ തുടങ്ങി. ഇതാ നോക്ക് ഇവിടെ. ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ആരെയും കാണുന്നില്ല. വിടരാനൊരുങ്ങുന്ന ചെമ്പരത്തിപ്പൂവ് നോക്കി മരച്ചുവട്ടിൽ തന്നെ ഇരുന്നു. നീ കേൾക്കുന്നില്ലേ ഞാൻ വിളിക്കുന്നത്? ഇവിടെ ഈ ചാവടിക്കടുത്തേക്ക് വാ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അർച്ചന ചേച്ചിയുടെ ശബ്ദമാണ്. തെക്കിനിയിലെ ചാവടിക്കരികിലെ ജനാല പാതി തുറന്നാണ് ഇരിക്കുന്നത്. അകത്തേക്ക് എത്തി നോക്കി. ഇരുട്ട് മാത്രം. അരികിലെത്തിയിട്ടുണ്ട് എന്നറിയിക്കാൻ ശബ്ദം ഉണ്ടാക്കി നോക്കി. മറുപടിയൊന്നും വന്നില്ല. മെല്ലെ ജനാല ചാരി പിന്തിരിഞ്ഞു. പെട്ടെന്ന് ജനൽപ്പാളി ആരോ വലിച്ചടച്ച ശബ്ദം. ഒന്നു ഞെട്ടി. അയ്യോ! ശബ്ദം അറിയാതെ പുറത്തു വന്നു.
പേടിച്ചേ കളിയാക്കിക്കൊണ്ടുള്ള വലിയ ചിരി എൻ്റെ പിന്നിൽ കേട്ടു. ഈ ചെമ്പരത്തി ചുവട്ടിൽ, ചാവടിച്ചുവട്ടിൽ, പൂമുഖപ്പടിയിൽ ഒന്നും ഒരു നേരത്തും എനിക്ക് പേടിയില്ല. എന്നെ അങ്ങനെ പേടിപ്പിക്കാൻ കഴിയുകയില്ല. ഇത് എൻ്റെ ഇടമാണ്. എൻ്റെ ശ്വാസവും നിശ്വാസവും ചിരികളും കരച്ചിലും വിയർപ്പും ചോരയും എല്ലാം അലിഞ്ഞ ഇടം. അവിടെ എനിക്കെങ്ങനെ പേടിക്കാനാകും? ഞെട്ടലിലെ, അയ്യോ പറച്ചില്ലേ പേടിയെ പറത്തിവിട്ടു. ജനൽ വലിച്ചു തുറക്കാൻ ഞാൻ ശ്രമിച്ചു. കൊളുത്തു മുറുകാതിരുന്നതുകൊണ്ട് തുറന്നു കിട്ടി. അഴികളിലേക്ക് കൈകൾ നീട്ടി. എൻ്റെ കൈത്തലം അമർന്നത് ഒരു തണുത്ത കൈപ്പത്തിയിലേക്കാണ്. കൈകൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റേ കൈ എൻ്റെ കൈകളിൽ പിടിമുറുക്കി. ഇരുട്ടിൽ ഒന്നും കാണുന്നില്ല, ശ്വാസനിശ്വാസങ്ങൾ മാത്രം. അർച്ചന ചേച്ചി, ഞാൻ ഇരുട്ടിലേക്ക് നോക്കി വിളിച്ചു. വിഷാദവിവശമായ ഒരു സ്വരം ഇരുട്ടിൽ ഏങ്ങലടിച്ചു. എന്നെ ഒന്ന് കയറ്റിവിടുമോ നീ? എന്നെ ഒന്ന് കയറ്റിവിടാമോ? ഞെരിഞ്ഞമർന്ന കൈ വലിക്കാൻ ശ്രമിച്ചുകൊണ്ട് എവിടേക്ക് എന്ന മറുചോദ്യം ഞാൻ ചോദിച്ചു. ആ നെല്ലിമരക്കാട്ടിലേക്ക്. പണ്ട് നമ്മൾ കയറിപ്പോകാറില്ലേ? നെല്ലിക്കായ പെറുക്കാറില്ലേ? അവിടേക്ക്. എന്തിന്? ഞാൻ വീണ്ടും ചോദിച്ചു. അവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ. നെല്ലിക്കായ പറിച്ച് ധാരാളം തിന്നാമല്ലോ. വെള്ളവും കുടിച്ച് ചവർപ്പിനും പുളിക്കും അപ്പുറത്തെ മധുരം നുണയാമല്ലോ. ഞാനില്ല, ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. നീ കൂട്ടുവരണ്ട, എന്നെ ഒന്ന് കയറ്റി വിട്ടാൽ മതി. ആ കാടിനപ്പുറത്തല്ലേ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമൊക്കെ സുഖമായി ഉറങ്ങുന്നത്. അവർ എനിക്ക് കൂട്ടുചേർന്നുകൊള്ളും. വെളിച്ചമില്ലാതെ എങ്ങനെ പുറത്തിറങ്ങിപ്പോകും? ഞാനൊരു ഒഴിവുകഴിവ് പറയാൻ ശ്രമിച്ചു. നമ്മുടെ കാലടികൾ എത്ര പതിഞ്ഞ വഴിയാണ്. തെറ്റുമോ നമുക്ക്? അമർന്നു കിടക്കുന്ന ആ കാൽപ്പാടുകളിൽ ചവിട്ടി നമുക്ക് ഒരിക്കൽ കൂടി പോകാം. കണ്ണീർ ചൂട് എൻ്റെ വിരലൊന്നിൽ പതിച്ചു. ഞാനൊന്ന് പതറി. തണുത്ത കാറ്റ് ചെമ്പരത്തി ഇലകൾക്കിടയിലൂടെ എനിക്കരികിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. എന്നെ അമർത്തിപ്പിടിച്ചിരുന്ന തണുത്ത കൈകൾക്ക് ബലം കുറഞ്ഞ പോലെ മുറുക്കം അയഞ്ഞ് എൻ്റെ കൈകൾ സ്വതന്ത്രമായി. ഏങ്ങലടി ശക്തി കുറഞ്ഞ ഒരു പ്രത്യേക താളത്തിലായി. അകത്തെ ഇരുട്ടിലേക്ക് വീണ്ടും എത്തി നോക്കി. ഇരുട്ട് മാത്രം. എത്ര കണ്ണു തുറന്നു നോക്കിയാലും ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള കാഴ്ച ഇരുണ്ടു തന്നെയല്ലേ ഇരിക്കൂ. ഏങ്ങൽ അകന്നു പോയ പോലെ തോന്നി. ചെമ്പരത്തി ചുവട്ടിലെ കൽപ്പടവുകളിലെ ഇരുട്ടിൽ ഞാനും സ്വയം അമർന്നു. പ്രഭാത വെളിച്ചം ചാലുകീറി ഒഴുകിയെത്തി. കണ്ണുകളിൽ തിളങ്ങി നിന്നു. തണുപ്പാസ്വദിച്ചുകൊണ്ട് ഞാൻ പുതപ്പിനുള്ളിൽ തന്നെ കിടന്നു. കണ്ണുകൾ മെല്ലെ തുറന്ന് ഉറങ്ങിക്കഴിഞ്ഞ ഉറക്കത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കാൻ ഒരു ശ്രമം നടത്തി. അതിനിടയിൽ അടുക്കളയിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സംസാര ശകലങ്ങൾ കോണിപ്പടവുകൾ കയറി ഞാൻ കിടക്കുന്നിടത്ത് എത്തി. കുട്ടൻ വിളിച്ചിരുന്നു. അർച്ചനയെ നെല്ലിക്കാട്ട് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്രേ. വല്ലാതെ വയലൻ്റാണത്രേ ഈയിടെയായി. എന്താ ചെയ്യുക? ആ കുട്ടിയുടേത് ഒരു പാഴായ ജന്മമായിപ്പോയി. പണ്ട് എന്തോ വികൃതി കാണിച്ചതിന് അർച്ചന ചേച്ചിയുടെ തലയിൽ നെല്ലിക്കാത്തളം വയ്ക്കണമെന്ന് വീട്ടുപണിക്ക് വന്ന ആരോ കളിയാക്കിയത് ഞാനിപ്പോഴും ഓർക്കുന്നു. എന്നോടൊപ്പം എത്രയോ നെല്ലിക്കായകൾ പറിച്ച് തിന്ന് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ശരീരത്തിലേക്ക് ഊറിച്ചെടുത്ത അർച്ചന ചേച്ചിക്കാണോ നെല്ലിക്കാത്തളം വയ്ക്കേണ്ടത്? പക്ഷേ ഇന്നിപ്പോൾ നെല്ലിക്കാത്തളം ചേച്ചിയുടെ തലച്ചോറിനെ തണുപ്പിക്കാൻ സഹായിക്കുമോ എന്ന് ചിന്തിച്ചു പോകുന്നു. ചെറുപ്രായത്തിലുള്ള വിവാഹവും പൊരുത്തക്കേടുകളും കുട്ടികളില്ലാത്തതിൻ്റെ ഒറ്റപ്പെടലും എല്ലാം അർച്ചന ചേച്ചിയുടെ മനസ്സിനെ ഇരുട്ടറകളിൽ ബന്ധിച്ചതാണെന്നതിന് തർക്കമില്ലാത്ത കാര്യമാണ്. ഒന്നിച്ചു വളർന്നവർ എത്തിപ്പെടുന്നത് പല ജീവിതത്തിൽ. ചിലർ പൊരുതി മുന്നേറുന്നു, ചിലർ തളരുന്നു. മനസ്സ് അർച്ചന ചേച്ചിയോടൊപ്പം നടക്കുന്ന ഇന്നത്തെ പകൽ വെളിച്ചവും അശാന്തി പർവ്വമായി മാറുകയാണ്. ദൂരെ ചെമ്പരത്തിമരം കടപുഴകി വീണിരിക്കുന്നു. നെല്ലിമരങ്ങൾ ആരോ വെട്ടിമാറ്റിയിരിക്കുന്നു. നെല്ലിക്കായകളിലെ ചവർപ്പും പുളിയും മധുരവും രുചിക്കാനാവാതെ ചവിട്ടിയരച്ച് കളഞ്ഞിരിക്കുന്നു. നെല്ലിമരക്കാട് ഉമശ്രീ സി എഴുതി അവതരിപ്പിച്ച കഥയോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.